ഇപ്പോ നമുക്കറിയാം ബാബാജി, ഏറ്റവും കൂടുതൽ ശരിക്കും അവശത അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ സേവനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ആനുകൂല്യങ്ങൾ എന്ന പേരിൽ തന്നെ കിട്ടേണ്ടത് ശരിക്കും ഇത്തരത്തിലുള്ള വിഭാഗത്തിനാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോ അട്ടപ്പാടിയായിട്ട് എനിക്കും ബന്ധമുണ്ട്. കാരണം എന്റെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉള്ളൊരു നാടാണ് പാലക്കാട് അട്ടപ്പാടി. അപ്പൊ ഞാൻ പല സമയത്ത് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പാലക്കാട് അട്ടപ്പാടിയിലെ ശോചനീയ അവസ്ഥകളൊക്കെ ഞാൻ കാണാറുണ്ട്. അത്തരത്തിൽ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും കിട്ടാതെ നരകയാതന അനുഭവിക്കുന്ന ഒരു വിഭാഗം. എന്നാലോ കണക്കുകളിലും അതല്ലെങ്കിൽ മന്ത്രിമാരുടെ ആയിക്കോട്ടെ മറ്റു ഒട്ടേറെ അധികാരികളുടെ ഒക്കെ പ്രസ്താവനകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കാണ് എല്ലാം കൊണ്ടു കൊടുക്കുന്നത് എന്ന് മാത്രമാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാമിക സമുദായത്തിന് ഇവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ തന്നെ കാണാറുണ്ട്. അതിന്റെ ചെറിയൊരു അംശം പോലും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കാണാറുമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായും തീർച്ചയായും. ഇവിടെ എന്താ വെച്ചാൽ സ്വതവേ സാമൂഹികമായിട്ടുള്ള മണ്ഡലത്തിൽ നമ്മൾ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഈ സംവരണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതിൽ നമ്മൾ പലരും എല്ലാ മതസ്ഥരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും എന്തോ സംവരണം ലഭിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത് ഈ 10% സംവരണമാണ്. ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ 10 സീറ്റ്, അപ്പൊ 10% സംവരണമാണ്. അതിൽ 8% ഈ SC വിഭാഗത്തിന്, പട്ടിക ജാതിക്കാർക്കുള്ള 2% പട്ടിക വർഗത്തിനുമാണ്. ബാക്കി 14% OBCക്ക് ഉണ്ട്. എന്നാൽ OBCയും കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ചെറിയ തെറ്റൊക്കെ അങ്ങോട്ട് ഉണ്ടായിരിക്കുന്ന 16% ഇത് ന്യൂനപക്ഷങ്ങൾക്ക് പോകുന്നുണ്ട്. അതിന് മുസ്ലിം സമുദായത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ മുസ്ലിം സമുദായത്തിൽ സ്കോളർഷിപ്പിന്റെ കാര്യം തന്നെ എടുക്കാം. സ്കൂൾ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലൊക്കെ പട്ടികജാതി കുട്ടികൾക്ക് കിട്ടുന്ന ഈ ലെംസൺ ഗ്രാന്റിനേക്കാൾ എത്ര വലിയ തുകയാണ് മുസ്ലിം കുട്ടികൾക്ക് കിട്ടുന്നത്. കിട്ടണ്ട എന്നല്ല നമ്മൾ പറഞ്ഞത്. കേരളത്തെ അപേക്ഷിച്ച് ചിലപ്പോൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളുടെ സ്ഥിതി ഇപ്പൊ ഈ പറഞ്ഞ പല എന്താ പറയാ കമ്മീഷനുകളും കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച പേപ്പറും നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളാണെന്നാ പറയുന്നത്. നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ അത്തരം ആളുകൾക്കാണത് പോകുന്നത്. അവർക്ക് കൃത്യമായി ലഭിക്കുന്ന കാര്യത്തിലും അവർക്ക് കൊടുക്കുന്ന കാര്യത്തിലും സർക്കാരുകളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും വളരെ ശക്തമായി അവരതിനു വേണ്ടി താല്പര്യം എടുക്കുന്നുണ്ട്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പലപ്പോഴും ഈ രാജ്യം സ്വതന്ത്രമായി ഇത്രയും വർഷം 23 വർഷത്തോളം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ സമൂഹങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് വൈദ്യുതി പോലും പറയുന്ന അട്ടപ്പാടി ആദിവാസി മേഖലകളിൽ, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചോ പറയേണ്ട ഒരു മറ്റൊരു വിഷയത്തിൽ പറയേണ്ടായി, അട്ടപ്പാടി ആദിവാസി മേഖലയിലെ നമ്മുടെ മക്കൾ ഇന്നും ദരിദ്രരായിക്കൊണ്ട് തന്നെയാണ്. ഇന്നും സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പല അടിമത്വവും വരുന്നുണ്ട്. അവർക്ക് സ്വന്തമായ ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അവിടുത്തെ മറ്റ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകൾക്കോ സാഹചര്യങ്ങൾക്കോ അനുസരിച്ചുള്ള വളർച്ച ഈ മക്കൾക്കില്ല. പല ഊരുകളിലെയും ആദിവാസി മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ മിഷണറിമാരുടെ സ്കൂളുകളോ കോളേജുകളോ ആശ്രയിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ മറ്റുള്ള ക്ലാസ്സുകൾക്കാണ് ഇവരെ ആശ്രയിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഈ ആദിവാസി മക്കൾക്ക് അവരുടെ കൾച്ചർ സ്വത്വം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരികയാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ കൾച്ചർ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അവരെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നല്ല. നമ്മൾക്ക് ക്രൈസ്തവ മതത്തിനോടൊന്നും ദേഷ്യവും ലക്ഷമറത്തെ ആദിവാസി കൾച്ചറിന്റെ മഹത്വം അറിയുന്നില്ല അവരെന്നാണ്. എന്തിനാ മതം മാറ്റുന്നേ? ആദിവാസികളുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് ആ വനവുമായി വനപരിപാലനമാണ്. കാട്ടിനോട് തന്നെ കിടക്കണം എന്നല്ല പറയുന്നത്. സാമൂഹികമായി മാറി വരേണ്ട ആളുകൾക്ക് സാമൂഹികമായി ചുറ്റുപാടുകൾ ഉണ്ടായി കൊടുക്കണം. അതിന്റെ അപ്പുറം അവരുടെ കൾച്ചർ ഇല്ലാണ്ടാണ്. അപ്പൊ അവിടെയാണ് കോടിക്കണക്കിന് രൂപയാണ് വർഷാവർഷം ആദിവാസി വിഭാഗങ്ങളുടെ പുനരധിവാസത്തിനും മറ്റുമായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ ഗവൺമെന്റുകൾ ഗ്രാന്റ് അവർ പ്രഖ്യാപിക്കുന്നത്. ഇത്രയും കോടികൾ കൃത്യമാണ് 6 വീതം ഓരോ കോടി കൊടുത്താൽ എവിടെ എത്തിയിരുന്നു? പക്ഷെ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. കാരണം ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളാവട്ടെ കക്ഷികളാവട്ടെ ഇത് ഇവരോടുള്ള പ്രണയം പുറത്തു പറയുന്നു എന്നല്ലാണ്ട് ശക്തമാർക്ക് ലഭിക്കുന്ന ഒരു സംവിധാനങ്ങളുമില്ല. ഇന്നും ഓരോ ഊരുകള്, അട്ടപ്പാടി മാത്രമല്ല, നിലമ്പൂരാവട്ടെ വയനാടാവട്ടെ, ഇങ്ങനെ എവിടെയൊക്കെ ആദിവാസി വിഭാഗങ്ങൾ ഉണ്ടോ ആ ആദിവാസി വിഭാഗങ്ങൾ ഉള്ളിടത്തെല്ലാം തന്നെ ഇവർ താമസിക്കുന്ന ചുറ്റുപാടിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു ഗർഭിണിയാവട്ടെ, ഒരു വൃദ്ധയാവട്ടെ, വൃദ്ധനാവട്ടെ, മറ്റെന്തെങ്കിലും ഒരു മരത്തുനിന്നോ അല്ലെങ്കിൽ തേനെടുക്കാൻ പോയിട്ടുള്ള ഒരു അപകടം പറ്റിയാലോ, ആന കുത്തിയിട്ടോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരൊരു ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു എന്താ പറയുക ചികിത്സ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ കിലോമീറ്ററോളം അവരിപ്പോഴും മുളയോ അല്ലെങ്കിൽ കമ്പോ കെട്ടി അവരെ തുണിയിലോ ചാക്കിലോ കെട്ടിയിട്ട് ആളെ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. ഇത് കേരളത്തിലെ മാത്രം സ്ഥിതിയല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാണ്. അതെന്താ സംഭവിച്ചാൽ ഇവർക്ക് വേണ്ടത് വേണ്ടവണ്ണം കൊടുക്കുന്നില്ല.
ഇനി ഇവരുടെ പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടെങ്കിൽ SC ST ഒക്കെ ഏകദേശം 139 പാർലമെന്ററി സീറ്റുകളുണ്ട്. കേരളത്തിൽ തന്നെ നിയമസഭയിൽ തന്നെ ഒത്തിരി സീറ്റുകൾ ഉള്ളതാണ്. 30 സീറ്റ് എന്തുകൊണ്ട് തോന്നുന്നു, 16 18 സീറ്റാണ്. അപ്പൊ എന്തായാലും ശരി, ഈ സീറ്റിൽ മത്സരിക്കുന്ന ആളുകൾക്ക് പോലും ഈ ജനതയോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. മഹാനായ അംബേദ്കറുടെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് SC SC അട്രോസിറ്റി ആക്ട് പോലെ തന്നെ SC ST സംവരണം വരുന്നത്. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്ന ആ ഒരു അംഗീകാരമാണ് സത്യത്തിൽ SC ST എന്ന് വിളിക്കപ്പെടുന്ന ഇവിടുത്തെ ആളുകൾക്ക് ഡിപ്രസ്ഡ് ക്ലാസസ് എന്നാണ് അംബേദ്കർ വിളിച്ചത്. ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളവരെ. അവിടെ പട്ടികജാതി പട്ടികവർഗം അധികൃതർ എന്നും അംബേദ്കർ പറഞ്ഞ ഡിപ്രസ്ഡ് ക്ലാസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾക്ക് മഹാനായ അംബേദ്കറുടെ ശക്തമായ പ്രവർത്തനം കൊണ്ട്, കാരണം അദ്ദേഹം ഒന്ന് പ്രവർത്തിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സാമൂഹികമായ ചുറ്റുപാട് എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ മുഖ്യധാര ഹൈന്ദവ സമൂഹമാവട്ടെ അല്ല മറ്റുള്ളവര് മുസ്ലിങ്ങളായാലും ശരി, ജിന്നയെ പോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇവരെ ഒരു പരിപൂർണമായി അംഗീകരിച്ചിട്ടില്ല. കാരണം അവർക്ക് ഒരു മതലോകമാണ് വലുത്. പണ്ടൊരു SDPന്റെ ഒരു നേതാവിനെ കണ്ടത്, കുറച്ച് നേതാക്കന്മാര് കാണാൻ വന്ന സമയത്ത് പറയുണ്ടായി, അതിലൊരു ഹിന്ദുവായ ഒരാളുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, കുറെ മുന്നെയാണ് കേട്ടോ, വെള്ളിയാഴ്ച ദിവസാ. അപ്പോ ഇവരൊക്കെ പാടെ ഇങ്ങനെ ഒരു ഉച്ചയായപ്പോ നേതാക്കന്മാരിനെ പരിങ്ങാൻ തുടങ്ങി. അറിയാലോ, അവർക്ക് ആ പ്രാർത്ഥന സമയമാണ്, കുറ്റം പറയാനില്ല. അപ്പൊ അവർക്കൊക്കെ പള്ളിയിൽ പോകണം. നമ്മൾ പറഞ്ഞു നിങ്ങൾ അവിടെ നിസ്കരിച്ചോളൂ, നമുക്ക് വിരോധമൊന്നുമില്ല, അവിടെ സ്ഥലം ഒഴിഞ്ഞെടുക്കണം. അപ്പൊ ഒരാളല്ല, ഞങ്ങൾ കുറെ ആളുണ്ട്, അപ്പൊ അതിനുള്ള സൗകര്യം അവിടെ ഇല്ല, ഇടയ്ക്ക് നിൽക്കാനുള്ള. പറഞ്ഞു എന്നാ പള്ളി അടുത്തിട്ട് പോയിക്കോളൂ പറഞ്ഞു. അപ്പൊ ഈ പട്ടികജാതിക്കാരനായിട്ടുള്ള ആളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് അയാളെ നമ്മോട് പറയാം, എന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കേട്ടോ, പേരൊന്നും പറയണില്ല. അതേ, ഇവരൊപ്പം കൂടിയാൽ സത്യം പറഞ്ഞാൽ ഒന്നും നടക്കുന്നൊന്നുമില്ല. കാരണം ഇവർക്ക് വരെ മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ, രാഷ്ട്രീയം ഇതൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മതവും ചിന്തയൊന്നുമില്ല, നമ്മൾ പട്ടികജാതിക്കാരൻ നമുക്ക് അംബേദ്കറീസ് ഒക്കെ ആവുകൊണ്ട് നമുക്ക് അതൊന്നും ലക്ഷമായിട്ട് കാര്യമില്ല. ഇതാണ് ഇവർക്ക് മുഖ്യം, അത് കഴിഞ്ഞാലേ നമ്മളും ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് അന്നേ അംബേദ്കർക്ക് പറയാമായിരുന്നു. അപ്പൊ അന്ന് അംബേദ്കർ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അംബേദ്കർ ആ വിഷയത്തിൽ ശക്തമായി പോരാടിയിട്ടാണ് അദ്ദേഹം കമ്മ്യൂണൽ അവാർഡ് വാങ്ങിയെടുക്കുന്നത്. ഇത് കേൾക്കുന്ന പലർക്കും എന്താണ് ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് അറിയുന്നുണ്ടായിരിക്കില്ല. വേറെ ഒന്നുമില്ല, പട്ടികജാതിക്കാർക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ആളുകൾക്ക് ഇരട്ട വോട്ട് എന്ന സംവിധാനമായിരുന്നു. ഒന്ന് അവരുടേതായിരിക്കുന്ന പാർലമെന്ററി അംഗത്തെ അവർ തന്നെ സെലക്ട് ചെയ്തിട്ട് അവർ തന്നെ വിജയിപ്പിച്ചു വിടുന്ന ഒരു പ്രക്രിയയാണ് ഒന്നുള്ളത്. മറ്റൊന്ന് കോമൺ ഇലക്ഷൻ ആണ്, 2 വോട്ടാണ്. എന്നാൽ ഇതിനെതിരെ മരിക്കുന്നത് വരെ മഹാനായി മഹാത്മാ ഗാന്ധി ആകെ ഞാൻ മരിക്കുന്നത് വരെ നിരാഹാരം കിടക്കുന്ന പറഞ്ഞ ഒരേ ഒരു സമരമേ ഉള്ളൂ, അത് ഈ പറയുന്നത് ഇതിനെതിരെയാണ്. അങ്ങനെ മഹാത്മാഗാന്ധി സമരം ചെയ്തതിന്റെ പോലെ മഹാത്മാഗാന്ധി മരിക്കുമെന്നായപ്പോൾ അന്നത്തെ ഈ പട്ടിക വിഭാഗങ്ങളെ എല്ലാവരും ചുട്ടുകൊല്ലുന്ന ഒരു അവസ്ഥ വന്നു. കാരണം വെച്ചാൽ ഗാന്ധിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന് കാരണം ഈ രാജ്യത്തെ പട്ടിക വിഭാഗങ്ങളും പട്ടികവർഗക്കാരും ആണെന്ന് വർത്തമാനം വരും. അപ്പൊ അങ്ങനെ വന്ന് എന്ത് ചെയ്യും, ഈ സിഖ് കൂട്ടക്കല ഉണ്ടായ പോലെ പട്ടികജാതിക്കാർക്കെതിരെ ആക്രമണം വരും. അപ്പൊ അതിന് കാരണം അംബേദ്കർ ആകുമെന്ന് അംബേദ്കർക്ക് തോന്നിപ്പോയപ്പോ അംബേദ്കർ എന്ത് ചെയ്തു, അംബേദ്കർ ആ ഒരു സാഹചര്യത്തിന്റെ മുകളിൽ, അല്ലാണ്ട് ഒറ്റൊന്നും കൊണ്ടുമല്ല, മഹാനായ അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ, എല്ലാവരും ഈ പറയുന്ന പോലെ ഹിന്ദുത്വ ശക്തികളെയും മറ്റുള്ളവരെയൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് മിസ്റ്റർ ഗാന്ധിയാണ് എന്നാണ് പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഗാന്ധിയാണ്, അതുകൊണ്ട് മറ്റൊരു തരത്തിൽ ഒരാളുടെ പേരും ഗാന്ധി പറഞ്ഞില്ല. കാരണം പട്ടികജാതിക്കാർക്ക് അത്ര കണ്ട് ദ്രോഹം ചെയ്തു എന്നാണ് അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ളത്. ഗാന്ധിയെ നമ്മൾ കുറ്റം പറയല്ല കേട്ടോ, അംബേദ്കറുടെ കാര്യം പറയണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അതിനു വേണ്ടിയിട്ട് ഈ ഇരട്ട വോട്ട് എന്ന് പറയുന്ന ആശയത്തെ അംബേദ്കർ നിരസിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇത് നിരസിച്ചതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഗാന്ധിയുടെ നിർബന്ധത്തെ തുടർന്നിട്ടാണ് പിന്നീട് ഇതിന്റെ പ്രത്യേകത ആർക്കും കേട്ടാൽ മനസ്സിലാവില്ല. ഡബിൾ വോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ഏത് രീതിയിൽ നേടിയെടുക്കാൻ അപ്പൊ ഏത് രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പട്ടികക്കാർക്ക് പറ്റും. ഇന്നിപ്പോ 4 മന്ത്രികളോടത്ത് 5 മന്ത്രി വേണമെന്നിട്ട് മുസ്ലിം ലീഗ് വാങ്ങിയെടുത്തപ്പോ അത് അവർക്ക് കഴിയുന്നത് അവരുടേതായിരിക്കുന്ന ഈ ന്യൂനപക്ഷ രാഷ്ട്രീയ സ്വാധീനമാണെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഈ പട്ടിക വിഭാഗങ്ങൾക്കാകുമായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായത്, ഗാന്ധിയുടെ ഈ വാശിയെ തുറന്നിട്ട് കേവലം ഈ മറ്റുള്ള കാര്യത്തിൽ, സീറ്റിന്റെ കാര്യത്തിലാവട്ടെ മറ്റുള്ള കാര്യത്തിൽ ഒരു 10% സംവരണത്തിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. സംവരണത്തിൽ ഒതുങ്ങിയപ്പോഴും അംബേദ്കർ പറയുന്നുണ്ട്, മഹാനായ അംബേദ്കർ പറയുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ കുഴപ്പം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രതിനിധി ആര് വേണമെന്ന് ഞങ്ങൾക്ക് നിശ്ചയിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടാകില്ല, മറിച്ച് ഇത് രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുകയും അവിടെ അടിമയായി കഴിയേണ്ടി വരികയും അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരിക്കലും തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല എന്ന് പറയുന്നുണ്ട്. കാലം കഴിഞ്ഞ് അങ്ങ് നോക്കി നോക്കൂ, ഒരു പട്ടികജാതിക്കാരൻ നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോ അത് ആ പാർട്ടിക്കാരാണ്, അവൻ ആ പാർട്ടിയോടെ കൂറുള്ളവനാണ്, ജനതയോടില്ല. അതുകൊണ്ട് തന്നെ പട്ടികജാതി പ്രതിനിധികളായി വരുന്നത് ഏത് രാമനോ കൃഷ്ണനോ സീതയോ ആരേ എന്നുള്ളതല്ല. അവരൊരിക്കലും പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾക്ക് ചുറ്റും രാഷ്ട്രീയക്കാരെ നോക്കിയാൽ മനസ്സിലാവും. ഒരാളുടെ പേരും ഒരു പാർട്ടിക്കാരുടെ പേരും നമ്മൾ പറയുന്നില്ല. നോക്കിയാൽ എന്താ കാര്യം, അടിമത്വം പേറുന്ന
പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികൾ, അതിൽ തന്നെ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള MP-മാരും അതുപോലത്തെ മന്ത്രിമാരെന്ന് പറയുന്നവർ ഏത് പാർട്ടിയായാലും ശരി, അവരൊക്കെ തന്നെ പരിവർത്തിത ക്രൈസ്തവരായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരായിരിക്കും. പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ കേവലം കാസ്റ്റ് അല്ല, അവരുടേതായിരിക്കുന്ന ജീവിതചര്യകളെ, അവരുടെ സംസ്കൃതിയെ, അവരുടെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളെ, പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന സംവിധാനമുള്ള അത്തരം ആളുകളെയാണ് പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നത്. ആദിവാസി വിഭാഗങ്ങൾ ആ ഒരു ഗോത്ര സംസ്കൃതിയിൽ നിന്നോ ഒക്കെ വിട്ടുപോയാൽ അവർക്ക് അവകാശമില്ല. ആ അവകാശം എന്ന് പറയുന്നത് അവരുടെ കൾച്ചറിൽ അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ പട്ടികജാതിക്കാരനാക്കുന്നു എങ്കിൽ നമ്മൾ ആ കൾച്ചർ പിൻപറ്റുമ്പോഴാണ്. നമ്മൾ ബ്രാഹ്മണ കൾച്ചറിലാണ് പോകുന്നച്ചാൽ നമുക്ക് പട്ടികജാതി പറയാൻ അവകാശമില്ല, എനിക്ക് തരാൻ പാടില്ല എന്നാണ് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രൈസ്തവ മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടികജാതി പട്ടികവർഗത്തിന്റെ പരിരക്ഷ നൽകാൻ പാടില്ല. അതുപോലെ നമ്മൾ ബ്രാഹ്മണ മതം സ്വീകരിച്ചാലും നമുക്ക് നൽകാൻ പാടില്ല. കാരണം നമ്മളാകുന്നത് നമുക്ക് ഈ സംവരണം ലഭിക്കുന്ന ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഇവരൊക്കെ ഈ പരിവർത്തിതായിരിക്കുന്ന ആളുകള് ആ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആര്യ സമാജത്തിൽ പോവും, ഹിന്ദുവാണെന്ന് പറയും, 4-5 തലമുറ മുമ്പുള്ള ആൾക്കാര് പട്ടികജാതിക്കാരായിരുന്നു എന്ന് പറയും. പിന്നെന്ത് വേണം? ഏതെങ്കിലും സമുദായ സംഘടനകൾ ഇവർക്ക് അംഗീകാരം കൊടുത്തിട്ട് ഒരു കുറിപ്പ് കൊടുക്കണമായിരുന്നു നേതാവ്. ഈ മുഖ്യധാരയിലുള്ള പട്ടികജാതി സംഘടനകളുടെ നേതാക്കന്മാര് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ എഴുത്തു കൊടുത്താൽ അതുകൊണ്ട് പോയിട്ടാണ് ഈ കാസ്റ്റ് റെഡിയാക്കുന്നത്. ഇവരെന്ത് ചെയ്യും? അവിടെ ചെല്ലുമ്പോ എന്തായാലും എന്താവും അവന്റെ പാർട്ടി ആക്കുന്നതല്ലേ, ഇവൻ എഴുതി കൊടുക്കും, അവൻ പുലയനാണ്, അവൻ പറയനാണ്, വേട്ടുവനാണ്, അല്ലെങ്കിൽ എന്താ പറയാ കുറവനാണെന്നൊക്കെ എഴുതി കൊടുക്കും, ഇരുളനാണെന്നൊക്കെ എഴുതി കൊടുക്കും. അതോടുകൂടി ഇവന്റെ കാര്യം കഴിഞ്ഞു. ഇവൻ പിന്നെയാണ് പറന്നു പോവുകയാണ് ഇവരുടെ കാര്യം നോക്കി. അപ്പൊ അവിടെയാണ് ഇതിന്റെ പ്രധാന കാരണം. ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് അവര് പ്രധാന കാരണം രാഷ്ട്രീയപരമായിട്ട് പട്ടിക വിഭാഗങ്ങൾക്ക് പ്രതിനിധികളില്ല. അതിനൊരു മാറ്റം വേണമെങ്കിൽ പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ സ്നേഹമുള്ള മറ്റു സമുദായങ്ങളെ കൂടി, മുസ്ലിം ആവട്ടെ, മറ്റു ജാതി വിഭാഗങ്ങളാവട്ടെ, ഉപജാതി വിഭാഗങ്ങളാവട്ടെ, അവരോട് കൂടി സ്നേഹമുള്ള, അവരെ കൂടി ഇന്ത്യൻ പൗരന്മാരെ പരിഗണിക്കുന്ന പട്ടിക വിഭാഗങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ സമസ്ത മണ്ഡലങ്ങളിലും ഒരു ഈക്വാലിറ്റി ഉണ്ടാകുന്ന, മറ്റുള്ളവർക്ക് ഉയർന്നതല്ല, ഈക്വാലിറ്റി ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന, നിഷ്പക്ഷവാനായി പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള ആളുകൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉണ്ടായി വരണം. പട്ടികജാതിക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നാൽ അത്രയും നല്ല ആ ഒരു സാഹചര്യം ഉണ്ടാകണം. അല്ലാത്തടത്തോളം കാലം ഇത് ഇങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർക്കേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും.